അതാണ് സംസാരിക്കുന്നത്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണല്ലോ. തീർച്ചയായും കടലിന്റെ അടുത്തെത്തുകയും ഫിറൗന്റെ ശത്രുത കാരണം പറയട്ടെ, ഒരു സംസാരിച്ച് തീർന്നിട്ടല്ലേ ഗണ്ഡന മണ്ഡലം ഒരു കാര്യം പറയട്ടെ, അതിന്റെ ബന്ധ ബേജാറ് അവിടെ നിൽക്കാം. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിന്റെ അടുത്ത് ചെന്നിട്ട് ഫിറൗന്റെ ശത്രുത കാരണം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ ഇവന്റെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ ആ സമയത്ത് കടലിൽ രണ്ട് പിളർപ്പായി. ഇവിടെ പ്രവാചകന്മാരുടെ പ്രത്യേകതയാണത്, മൂസാ നബിക്ക് കിട്ടിയ പ്രത്യേകതയാണത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് കൊടുത്തിട്ടുള്ള പ്രവാചകന്മാർക്കൊക്കെ എന്തുണ്ട്, ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. മുഅ്ജിസത്ത് എന്താന്ന് പഠിക്കണം. മുഅ്ജിസത്ത് പ്രവാചകന്മാർ സിഎം അല്ല, അല്ലെ മമ്പർത്ത തങ്ങളല്ല, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ആൾക്കാരാണ് പ്രവാചകന്മാർ. ഒരു മിനിറ്റ് പറയട്ടെ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയട്ടെ, എന്നിട്ട് അതിനെ അല്ലെ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം നോക്ക്. അപ്പോ ഞാൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കി, അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കടലിന് രണ്ട് പിളർപ്പാക്കി കൊടുത്ത്. അതുപോലെ തന്നെ വരുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല, പ്രവാചകനാകാത്തൊരു മനുഷ്യനല്ല, സഹാബികളല്ല, താബിയങ്ങളല്ല, തബൗ താബിയങ്ങളല്ല. ആരാണ് വന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാണ്ഡ്യരോഗികൾക്ക് ശമനം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മാനവലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ മാനവലോകത്ത് മുഅ്ജിസത്തുകൾ കാണിച്ച് പ്രത്യക്ഷപ്പെടുത്തുകയും അതിലൂടെ പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കാവൂ എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുകയുമായിരുന്നത്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്, മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനോടാണ് ആര് ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം വന്നിട്ട് ആ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ, അല്ലാതെ മാനവലോകത്തുള്ള സകല മനുഷ്യരും മരണപ്പെട്ടുപോയ കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ശരിയല്ലത് അല്ലേ? ആണോ? അതാണോ? അല്ല. അതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാ? ക്രൈസ്തവര്. മനസ്സിലായി. ഈസാ നബിനെ വിഷയം തിരിഞ്ഞു, വിഷയം മനസ്സിലായി. എന്താ പാട് പറഞ്ഞതെന്നറിയോ? ഇപ്പൊ കേട്ടോളൂ, വ്യക്തമായി കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായി ഇവരാദ്യം ചോദിച്ചത് എന്താ? അതായത് വ്യക്തമായി ഇയാൾ ആദ്യം ചോദിച്ച ചോദ്യം എന്താ? സമൂഹം ശരിക്കും വിലയിരുത്തുന്നുണ്ട്. എന്താണ് ആദ്യത്തെ ചോദ്യം? എന്താ ആദ്യത്തെ ചോദ്യം? ഏതെങ്കിലും ഒരു നബി ചോദ്യം ശ്രദ്ധിച്ചില്ലേ? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നാണെന്ത് എന്ത് ചോദ്യം. എന്നിട്ട് നമ്മളെ ഈസാ നബിയുടെ കാര്യം പറഞ്ഞപ്പോ മൂപ്പര മറുപടി എന്താ? അത് ഈസാ നബിയുടെ പ്രത്യേക കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് സത്യം മനസ്സിലായി കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടാ? മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് ഇവിടെ വന്നപ്പോ അള്ളാന്റെ റസൂലിനോട് അബൂജഹൽ ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ആ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം, നീ കാണിക്കോ? ഇയാൾ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്യൂല എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ രണ്ട് പിളർപ്പാക്കി. അബൂജഹൽ പറഞ്ഞു സിഹ്റാണ്, മായാജാലമാണ്, സ്വീകരിക്കൂല. ഇപ്പോ ഇതുപോലെ ഈ സുഹൃത്ത് നമ്മളോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം വേറെ ഒരു നബിയോട് ചോദിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. എങ്കിൽ ആ ചോദ്യം ഇപ്പോൾ നിലവിലില്ല. കാരണം ആ ചോദ്യം ബാത്തിലായി. അതിന് ഞങ്ങൾ ഉദ്ധരിച്ചു, ഏതെങ്കിലും ഒരു നബി എന്നല്ല, ഇനി ഈ ലോകത്ത് വരുന്ന തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന്റെ ദൗത്യവുമായി വരുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഈസാ നബിന്റെ പ്രത്യേകതയാണ് പോലും. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഏതെങ്കിലും നബി ചോദിച്ചത്? ഏത് നബി ആയാലും ആ ഉത്തരം പറയൂലേ? അയ്യൂബ് നബി ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് അയ്യൂബിന്റെ പ്രാർത്ഥന, അത് അയ്യൂബ് നബി നേടിയതും അയ്യൂബ് നബിന്റെ പ്രത്യേകതയാണ്. ഈസാ നബിന്റെ പ്രത്യേകതയാണ്. അതുപോലെ യാക്കൂബ് നബിന്റെ പ്രത്യേകത. ചോദിച്ചതൊക്കെ പ്രത്യേകത, ചോദിക്കുന്നതൊക്കെ പ്രത്യേകത. അത് നടക്കൂല. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചത്, അല്ലെങ്കിൽ ആ ചോദ്യം പിൻവലിക്കാൻ തയ്യാറാവണം. ഏത് ചോദ്യം? ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് പേടിയോ എന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോ അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്റെ സുഹൃത്തെ മനസ്സിലാക്കിക്കോളൂ, ശിർക്ക് വരുന്ന ഒരു പ്രവർത്തനം, ശിർക്കിന്റെ ലാഞ്ചനയുള്ള പ്രവർത്തനം ഒറ്റ നബിയും ചെയ്യുകയില്ല. എന്തുകൊണ്ട്? മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് തന്നെ അല്ലാഹു പറഞ്ഞത്, ലൈൻ
അശ്റക്ത, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും, നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും. ആരോടാ ഇത് പറയുന്നത്? ഏറ്റവും വലിയ നേതാവായ അബ്ബത്തന്നമലുക്ക, നബിയെ തങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും, നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ശിർക്കിന്റെ ലാഞ്ചന പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വിളിക്കുന്നത് ഈസാ നബിയുടെ പ്രത്യേകതയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങളുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ? ഏത് ചോദ്യം? ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് ചോദിച്ചോ എന്ന ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ എന്നാണ് ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത്. കൊടുക്കുമ്പോഴേക്കൂടും അതിന്റെ ഉത്തരം പറയും. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. നിലവിലുണ്ട്. ഇപ്പൊ എന്താണെന്ന് അറിയോ? നിലവിലുണ്ടല്ലേ? എന്താണെന്ന് വെച്ചാല് ഈസാ നബി വരും ചോദിക്കും. നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? ഇതിന് മുമ്പുള്ള നബിമാർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതിന് വരുന്നുണ്ട് എന്നല്ല. അപ്പൊ ശിർക്കാണെങ്കിൽ ഈ വരണമൊക്കെ കണക്കന്നല്ലേ? അങ്ങനെയാണ് ഇപ്പൊ അല്ല, ശിർക്കിന്റെ വിഷയത്തിലൊക്കെ കണക്കല്ലേ സുഹൃത്തെ? വരണവും വരാത്ത വ്യത്യാസമുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? പഴയ കാലത്ത് ശിർക്ക് പറ്റൂല, വരുമ്പോ പറ്റൂ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ശിർക്കോ? പുതിയ ശിർക്കാണല്ലോ. ഉത്തരം പറയുന്നില്ല. ചോദ്യത്തിന് ഉത്തരം പറയും. അതായത് പ്രവാചകന്മാരുടെ മോചിസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് അപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ആദ്യത്തെ ചോദ്യം നിലവിലുണ്ടോ? ആദ്യത്തെ ചോദ്യം നിലവിലുണ്ടോ? മൈക്ക് പിടിക്കല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ ഞാനൊന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ട് മറുപടി പറയും. അല്ല, നിങ്ങൾ ഇതാ പറയാൻ പറ്റും. ജനങ്ങൾ വൈകിച്ചോ? ആ ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ല അത് പറയണം. അതാണ് പറയുന്നത്. അവകാശം തരും, അത് പറയാനുള്ള അവകാശം തരും. ഉണ്ടോ ഇല്ലേ? അത് പറയാൻ അവകാശം ഉണ്ടോ ഇല്ലെന്ന് പറയും. ഉണ്ടാക്കി പറയട്ടെ. അല്ല, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മോജിസത്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രൻ പുലർത്തിയ ശിർക്കാണോ? അതാ നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ ചോദ്യം. അതാ പറഞ്ഞത്. അത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാണ് എന്നുള്ളത് മാനവലോകം. മാനവലോകത്ത് ഞാൻ പ്രവാചകനാണ്. നിങ്ങൾ പ്രവാചകനാണോ? ഞാൻ പ്രവാചകനാണോ? എന്താല്ല പറയുന്നത്? നമ്മൾ പ്രവാചകന്മാരല്ല. കേട്ടോ, ഞാനേ ഇതൊക്കെ ഭക്ഷണം തിന്നുന്ന ആളുകളാണ്. അപ്പൊ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ സ്വീകരിക്കാനൊരു മടി? ഈ പ്രവാചകനാണ്. പ്രവാചകന്മാര് ചോദിച്ചോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിനെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. പ്രവാചകന്മാര് തന്നെ. പിന്നെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കരുത്. ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ പ്രവാചകനോട് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടിയിരുന്നു അത്. ഈസാ നബിയുടെ വരുന്നത് ചില്ലറാളാ. വെച്ച് അനീഫരത്തെ കായിക്കോട് ഞാൻ അർത്ഥം വെച്ചു തരാം. ഹദീസിന്റെ ഓരോ ഭാഗവും കേട്ടോളൂ, ബേജാറായിട്ട് കാര്യമില്ല. വെറുതെ നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല, കേട്ടോളൂ. നിങ്ങൾ ഹദീസ് കേട്ടോളൂ, പറയാൻ പോവാണ്. കേട്ടോ, ഞാൻ പറയും. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില. ഈസാ നബി അലൈഹിസ്സലാം